എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൗകര്യം. 20,000 സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ്, സാനിയ തിയേറ്ററിന് എതിർവശം, എരമല്ലൂർ. അവർ സിസ്റ്റർ കൺസേൺ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട്, എരമല്ലൂർ. 45 വർഷത്തെ പാരമ്പര്യമാണ്. പാമ്പുകടിയേറ്റ് കാലടിയിൽ അംഗപരിമിതിയുള്ള ആൾ മരിച്ചു. മരോട്ടിച്ചോട് ലക്ഷംവീട് ഉന്നതിയിൽ ഷിനോയാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി വീടിന് സമീപത്തെ കരിങ്കൽ കെട്ടിന് മുകളിലിരിക്കുമ്പോഴാണ് പാമ്പ് കടിയേറ്റത്. ഉടൻ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭാര്യയും ഒരു മകനും അടങ്ങുന്നതാണ് ഷിനോയുടെ കുടുംബം. ഒരു വർഷം മുമ്പുണ്ടായ അപകടത്തെ തുടർന്ന് ഷിനോയുടെ ഇടതുകാൽ മുട്ടിന് താഴെ മുറിച്ചു മാറ്റിയിരുന്നു. ലക്ഷംവീട് ഉന്നതിയിലെ കൽക്കെട്ടുകൾ സിമന്റ് ഉപയോഗിച്ച് തേക്കാത്തതാണ്. അതിലെ വിടവുകളിൽ ഉണ്ടായിരുന്ന പാമ്പാണ് ഷിനോയെ കടിച്ചത്. നേരത്തെയും ഇവിടെ പാമ്പുകളെ നാട്ടുകാർ കണ്ടിട്ടുണ്ട്. സർക്കാർ ഷിനോയ്ക്ക് അടിയന്തരമായി സാമ്പത്തിക സഹായം നൽകണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചോവരാൻ ആവശ്യപ്പെട്ടു. 34 കുടുംബങ്ങളാണ് ലക്ഷംവീട് ഉന്നതിയിൽ താമസിക്കുന്നത്. ഈ കൽക്കെട്ടുകൾക്ക് സമീപമാണ് കുട്ടികൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്നത്. കരിങ്കൽ കെട്ടുകൾ സിമന്റ് ഉപയോഗിച്ച് തേച്ച് വിടവുകൾ അടക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രിയാണ് അതിദാരുണമായ ഷിനോയുടെ മരണം സംഭവിക്കുന്നത്. ഇവിടെ ലക്ഷംവീട് പ്രദേശമാണ്. 34 വീടുകളാണ് ഉള്ളത്. ഈ വീടുകളിലേക്കുള്ള ഒരു ഏക റോഡ് മാർഗം 2 സൈഡിലും DR കെട്ടിയിട്ടുണ്ട്. കരിങ്കലിന് DR കെട്ടിയിട്ടുണ്ട്. 25 വർഷത്തോളമായി. ഇവിടെ കാലങ്ങളായിട്ട് നാട്ടുകാർ ആവശ്യപ്പെടുന്നൊരു വിഷയം, പഞ്ചായത്തിനോടും സർക്കാരിനോടൊക്കെ ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ പൊത്തുകൾ അടയ്ക്കണം എന്നുള്ളതാണ്. ഈ കെട്ട് പൂർത്തീകരിക്കണം, പൊത്തുകൾ അടയ്ക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതൊരു സാധാരണ പ്രതിഭാസം പോലെ ആളുകൾ ഇവിടുത്തെ 34 വീട്ടിലെയും ചെറുപ്പക്കാരായാലും കുട്ടികളായാലും പ്രായാധിക്യമുള്ളവരായാലും ഈ ഒരടി ഹൈറ്റുള്ള ഈ കെട്ടുകളിൽ ഇരിക്കുക ശീലമാണ്. ഇന്നലെ രാത്രി ഷിനോയ് ഇരിക്കുമ്പോൾ, ഷിനോയ്ക്കാണെങ്കിൽ ഒരു വർഷം മുമ്പ് ആക്സിഡൻറ്റ് പറ്റി ഒരു കാല് മുട്ടുകാലിന് താഴെ മുറിച്ചു മാറ്റി വെപ്പുകാലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു കാലിൽ എന്തോ കടിച്ചതായിട്ട് തോന്നുന്നു. ന്യൂസ് ബ്യൂറോ, കാലടി.